സർവീസുകൾ റദ്ദാക്കുന്നതിനെ തുടർന്ന് ഇൻഡിഗോ ഇന്നലെ മാത്രം 550-ലേറെ സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയാക്കാൻ 2 മാസത്തോളം സമയമെടുക്കുമെന്നതാണ് ഇൻഡിഗോ അറിയിച്ചത്. അതുവരെ വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. പൈലറ്റുമാരില്ലാത്തതും സാങ്കേതിക പ്രശ്നങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നതാണ് വിമാന കമ്പനികളുടെ വിശദീകരണം. വിവരങ്ങൾ വിഷ്ണു വിനോദാണ് നൽകുന്നത്. വിഷ്ണു, എന്തായാലും ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ഗുരുതര ചർച്ചാ വിഷയം തന്നെയാണ്. ഇന്നലെ മാത്രം 550-ലേറെ സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കിയെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്മസ് പോലുള്ള ഒരു സീസണിൽ ഇത് വിദേശത്തു നിന്ന് വരുന്നവരെ, ഇന്ത്യയിലേക്ക് എത്തുന്നവരെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സർവീസുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 2 മാസത്തോളം സമയമെടുക്കുമെന്ന് പറയുമ്പോൾ ഒരു നീണ്ട സമയമാണല്ലോ വിഷ്ണു. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? രേണുക, തീർച്ചയായിട്ടും 2 ദിവസത്തിലേറെയായി ഇൻഡിഗോ വിമാന സർവീസുകൾ നിരന്തരമായി കൂട്ടത്തോടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നുവരെ ഏകദേശം 500-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു നിലയാണ് ഉള്ളത്. യാത്രക്കാരെല്ലാം ദില്ലിയിലടക്കം പതിനായിരക്കണക്കോളം യാത്രക്കാർ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ഇൻഡിഗോ വിമാന സർവീസിൽ അവർ ഔദ്യോഗികമായി നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് അവർ ഔദ്യോഗികപരമായി തരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പിന്നെ ആൾക്കൂട്ടം, അതായത് അതീന്ദ്രമായ ആൾക്കൂട്ടങ്ങളും യാത്രക്കാരുടെ വർധനവുമെല്ലാം ഒരു കാരണമായി ഇവർ ആദ്യമേ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ വിമാനങ്ങൾ നിയന്ത്രിക്കുന്ന പൈലറ്റുമാർ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പുതിയ FDTP, അതായത് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റ് പ്രകാരമുള്ള ഒരു നിയമപ്രകാരമാണ് ഇപ്പോഴത്തെ വിമാന സർവീസുകൾ പ്രവർത്തിക്കുന്നത്. അതനുസരിച്ച് പൈലറ്റുമാർക്കടക്കം കൂടുതൽ വിശ്രമ സമയം അടക്കം അനുവദിക്കുന്ന നിലയിലാണ് ഇപ്പോൾ വിമാന സർവീസുകൾ പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പൈലറ്റ് ജീവനക്കാർ നിലവിൽ ഇപ്പോൾ ഇൻഡിഗോ സർവീസിനകത്ത് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് പൈലറ്റുമാരുടെ സംഘടനകൾ ആരോപിക്കുന്നത്. അതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് പൈലറ്റുമാരുടെ സംഘടന പറയുന്നത്. ഇത്തരത്തിലുള്ള നിയമം, ഈ FDTP കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടി പുറത്തു വന്നിട്ടുള്ളതാണ് ഈ FDTP നിബന്ധനകൾ എന്ന് പറയുന്നത്. ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പൈലറ്റുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ്. ഇത് അട്ടിമറിക്കാനാണ് വിമാന സർവീസുകൾ ഇത്തരത്തിലുള്ള ഒരു സ്തംഭനം, അല്ലെങ്കിൽ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് എന്നുള്ള ഒരു ആരോപണവും പൈലറ്റ് സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ നിലവിൽ 550-ലധികം അല്ലെങ്കിൽ 500-ലേറെ വിമാന സർവീസുകളാണ് ഈ ദിവസം വരെ റദ്ദാക്കിയിട്ടുള്ളത്. യാത്രക്കാരെല്ലാം ഈ വിമാനത്താവളങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ജീവനക്കാരോടക്കം വലിയ രീതിയിലുള്ള വാക്കേറ്റങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇൻഡിഗോയുടെ CEO ആയിട്ടുള്ള അധികൃതരടക്കമുള്ള ആളുകളെല്ലാം ഈ ഒരു വിഷയത്തിനകത്ത് യാത്രക്കാർക്കടക്കം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിനകത്ത് വലിയ ഖേദം പ്രകടിപ്പിക്കുന്ന നിലയടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മാസത്തോളം സമയം എടുക്കുമെന്നാണ് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മാസത്തോളം സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഏകദേശം ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 10-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി പൂർണ്ണമായും ഇൻഡിഗോ എന്ന സർവീസ് കമ്പനിക്ക്, വിമാന കമ്പനികൾക്ക് പൂർണ്ണമായിട്ടും നികത്താൻ സാധിക്കൂ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു വിഷയത്തിനകത്ത് ചെയ്യുന്നുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നുണ്ട്, ഈ FDTPയിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നമുക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ അടിയന്തിരമായി തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ വിമാന സർവീസുകൾ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും യാത്രക്കാരടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു നിലയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായും 1000-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നും കൂട്ടത്തോടെ വിമാന സർവീസുകൾ റദ്ദാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും വിമാനത്താവളങ്ങളിലെല്ലാം നമ്മളുടെ യാത്രക്കാരുടെ വലിയ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവരുടെ
ജീവനക്കാരുമായിട്ടുള്ള വലിയ രീതിയിലുള്ള വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തയാണ്. എന്നിരുന്നാലും നിലവിലിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുടെ ടിക്കറ്റുകൾ കൃത്യമായി പരിശോധിച്ച് അവർക്ക് യാത്രകൾ സുഗമമാക്കുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തുമെന്നുള്ള ആ ഒരു അറിയിപ്പാണ് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. യാത്രക്കാരുടെ ദുരിതങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് ഇൻഡിഗോ വിമാന സർവീസുകൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു വിഷയത്തിനകത്ത് ഇൻഡിഗോ വിമാന സർവീസ് എൻ്റെ അധികൃതരും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് വിഷ്ണു വിനോദാണ്.